എവിടെ പോയാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണല്ലേ. എനിക്ക് പലപ്പോഴും ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണ്. എങ്കിൽ പെട്ടെന്ന് വീട്ടിൽ തിരികെ വരാനും അവിടുത്തെ പീസ്, നമ്മുടെ സാധനങ്ങൾ അതിനോടൊക്കെ ഒരു പ്രത്യേക അടുപ്പമുണ്ട് കേട്ടോ. ഇന്നൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ അടിപൊളി പലഹാരമാണ്. എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരം. വാലന്റൈൻസ് ഡേ ആയിട്ട് നല്ല ഹെയർ ഷേപ്പിൽ തന്നെ ആയിക്കോട്ടെ, ഒട്ടും കുറയ്ക്കേണ്ടല്ലേ. നല്ല ആവിയിൽ വേവിച്ചിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇത് രാവിലെയോ ഇപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണേലും എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് മെഷർമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നെയ്യ് എടുക്കുക, അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യും പഞ്ചസാരയും കൂടെ നല്ലതായിട്ട് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ദാ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പരുവം വരെ നന്നായിട്ട് ഫോർക്ക് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ ഒരു കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊട്ടും ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ മൈദ ആഡ് ചെയ്യുന്നില്ല. ഗോതമ്പ് പൊടി ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് വാലന്റൈൻസ് ഡേ അല്ലേ, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു റെഡ് കളറും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വിസ്ക് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് വിസ്ക് മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ലേ, അതുപോലെ സോഫ്റ്റായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ ഒരു സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം കിട്ടത്തുള്ളൂ. ഇത് ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, വാലന്റൈൻസ് ഡേ ആകുമ്പോൾ ലവ് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ചപ്പാത്തി പരത്തുന്ന തടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തുന്നുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞ രീതിയിൽ പരത്തിയെടുക്കല്. ഒരു അത്യാവശ്യം ഒരു കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയും ഒരു തിക്നെസ് നമുക്ക് എടുക്കണം. എങ്കിൽ വെന്ത് വരുമ്പോൾ നല്ല പൊങ്ങി ഇങ്ങനെ നിൽക്കും. പിന്നുണ്ടല്ലോ, ഇതിൽ ഞാനൊരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ചേർക്കാൻ മറക്കല്ലേ ട്ടോ. അപ്പോൾ ദാ ഹെയർട്ട് ഷേപ്പിൽ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാറേ. ലൈക്ക് ചെയ്യാതെ ആരും കാണല്ലേ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ഒരു ഹാർട്ട് ഷേപ്പിൽ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ അപ്പച്ചെമ്പുണ്ടല്ലോ, നിങ്ങളുടെ അവിടെയൊക്കെ അപ്പച്ചെമ്പിന് എന്താ പറയുക, അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് സാധനം. അപ്പച്ചെമ്പിൽ നേരത്തെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ 4 മണി പലഹാരം റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരുപാട് നെയ്യ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതുകൊണ്ട് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും. രാവിലെ കഴിക്കാതെ പോകുന്ന കുട്ടികളാണല്ലോ മിക്കതും. അപ്പം ഇതൊന്ന് വെറൈറ്റി രീതിയിൽ പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ. അപ്പം എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ